ഗോൾഡൻ സീഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പാവയ്ക്ക കൃഷിയെക്കുറിച്ചാണ്. നമ്മളിവിടെ കുറച്ച് പാവയ്ക്ക, ഒരു 4-5 മൂട് പാവയ്ക്ക നട്ട് അതിലെ പാവയിൽ കുറേ വിളവുകൾ വന്ന് കുറച്ചെടുത്ത് നമ്മൾ കറി വെച്ച് അത് വേറെ. ഇപ്പം നിൽക്കുന്നതിൽ 3-4 നല്ല വലുത് നിൽപ്പുണ്ട്. ഇനി നല്ല വിളവ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ഇതിൻ്റെ ചുവട്ടിൽ ചാണകപ്പൊടിയും അങ്ങനെ കമ്പോസ്റ്റ് വളങ്ങളും, സ്വന്തമായിട്ടുണ്ടാക്കിയ കമ്പോസ്റ്റ് വളങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ വെള്ളീച്ചയുടെ ശല്യം ഒരുപാടാണ്. പല രീതിയിലും നോക്കി ഒരുപാട് സംഭവം കേട് പിടിച്ചു. കണ്ടത് കേട് പിടിച്ച് പോയി, ഇവിടെ കേട് പിടിച്ചിരിക്കുന്നു, ഇവിടെ കേട് പിടിച്ച്, ഇവിടെ കേട് പിടിച്ചു, വെള്ളീച്ച കുത്തുന്നു, അങ്ങനെ കേട് പിടിച്ച് ഒരുപാട് പോയി. ലാസ്റ്റ് ഈ ട്രാപ്പ് മേടിച്ചിട്ട് ഈ ട്രാപ്പ് അതിൽ കുറേയൊക്കെ ട്രാപ്പിൽ ഒന്ന് ചാടിയിട്ടുണ്ട് കണ്ടാ. പക്ഷെ എങ്കിലും അങ്ങോട്ട് പോരാ. നമ്മുടെ കായ് നല്ല രീതിയിലുള്ള കായ് ഇതേപോലെ വലുപ്പത്തിലും തൂക്കത്തിലും ഇനി ഇച്ചിരി വലുതാവും. ഈ പാവയ്ക്ക തൂക്കത്തിലുള്ള നല്ല പാവയ്ക്ക കിട്ടും. പാവൽ കൃഷി അങ്ങോട്ട് നമ്മൾ റെഡിയായി വരുന്നേ ഉള്ളൂ. എങ്കിലും ഇപ്പോൾ ചെറിയ ഒരുപാട് പൂക്കൾ കുത്തി പാവയ്ക്ക വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പണ്ട് കാലം ചെയ്തതുപോലെ കുമ്പിൾ കുത്തി സ്റ്റാപ്പർ അടിച്ചു നോക്കാം. അങ്ങനെ ഇട്ട് നമുക്ക് വികസിപ്പിച്ചെടുക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഈ പാവയ്ക്ക ഇച്ചിരി വലുതാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. വലുതാവും, ഇച്ചിരി വലുതാവും. ഇതിലും വലിയ പാവയ്ക്ക ഞങ്ങളെടുത്ത് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്, ഫ്രഷ് ആൻഡ് ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ചുണ്ടാക്കിയ പാവയ്ക്കയിൽ നിന്ന് നമ്മൾ കഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് തന്നെ ഒരു ആനന്ദം. അതോട്ടെ, അപ്പം നമുക്ക് അടുത്ത വിശേഷമായി അടുത്ത വീഡിയോ കാണാം.